റിതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്ന് ഒരു ആവട ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിനായിട്ട് വേണ്ട 250 ml ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് പൊടിക്ക് ആവശ്യമായ ഒരു 1/4 ടീസ്പൂൺ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫില്ലിങ്ങിന് വെക്കുന്നതിന് ആവശ്യമായ 1 മുറി തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, 3 ഏലയ്ക്ക എന്നിവ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് ചേർക്കുന്നതിനായിട്ട് വേണ്ടി ഈ കപ്പിന് 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് അരയരുത്, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. മധുരം എല്ലാ ഭാഗത്തും ഒരുപോലെ പിടിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്കിനി പൊടിയൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ ഉപ്പ് ചെല്ലുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഉപ്പ് ചില ഭാഗത്ത് പറ്റിയിരിക്കും. നല്ല തിളച്ച വെള്ളം വേണം, കൈ പൊള്ളരുത്. നന്നായിട്ട് കുഴച്ചെടുക്കണം, എങ്കിലേ നല്ല മയവും നല്ല ടേസ്റ്റും കിട്ടത്തുള്ളൂ. നമുക്കിനി ഇതൊന്ന് കുഴച്ചിട്ട് കാണാം. മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഫില്ലിങ് വെക്കുന്നതിന് ആവശ്യമായ തേങ്ങയും അതിനകത്ത് ചേർത്ത ചേരുവകളും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മൾ അട പരത്താൻ ആരംഭിക്കുകയാണ്. നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും 1 ഉരുള എടുത്ത് നമ്മൾ ഇലയിൽ വെച്ചിട്ടുണ്ട്. ഇല നമ്മൾ ചിലന്തി വല നോക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വേണം പരത്താൻ ആരംഭിക്കാൻ. ഇനി വേണ്ട അതിനാവശ്യമായ ഗ്രേവിക്ക് ഉള്ളതും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇളം ചൂട് വെള്ളത്തിനകത്തോട്ട് കൈ ഒന്ന് മുക്കിക്കൊണ്ട് വേണം ഇതിങ്ങനെ പരത്തി കൊടുക്കുക. എത്രയും കനം കുറച്ച് പരത്താവോ അത്രയും നമ്മൾ കനം കുറച്ച് പരത്തി കൊടുക്കണം. നമുക്ക് മാവ് കലക്കി ഉണ്ടാക്കാൻ പറ്റും. പാവട ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പരത്തിയാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ ഇലയിലും ഒന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഇഡലി കുട്ടകത്തിനകത്ത് വെള്ളം ഒഴിച്ച് തട്ടം വെച്ച് ആ തട്ടത്തേലോട്ട് ഇത് പറക്കി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കനം കുറച്ച് വെള്ളത്തിൽ നമ്മൾ കൈ തൊടുന്നത് ഇങ്ങനെ പെട്ടെന്ന് മാവൊന്ന് പരന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. ഒരു വെള്ളമൊന്നും നമ്മൾ അരിമാവ് കലക്കി അല്ലാത്തതുകൊണ്ട് ഒട്ടിക്കേണ്ട കാര്യമില്ല, വെള്ളമൊന്നും ഒഴുകത്തില്ല. ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. അട വേവിക്കുന്നതിനായിട്ട് ഇഡലി കുട്ടകത്തിനകത്ത് വെള്ളം വെച്ച് തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി പരത്തി വെച്ചിരിക്കുന്ന അട അതിനകത്തേക്കൊന്ന് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. നമ്മൾ അമക്കി വെക്കരുത്, ഒന്നിന് മേളിൽ ഒന്നായിട്ട് വെക്കരുത്. ഇനി നമ്മളിത് മീഡിയം ഫ്ലെയിമിനകത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതൊന്ന് മറിച്ച് വെച്ച് കൊടുക്കണം, മറുവശം വേകുന്നതിനായിട്ട്. നമ്മുടെ അട റെഡി ആയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 2 വശവും വെന്തെങ്കിൽ മാത്രമേ ഇലയിൽ ഇളകി വരത്തുള്ളൂ. നമുക്കൊന്ന് നോക്കാം. ഇത് വെന്തിട്ടുണ്ട്, ഇലയിൽ ഇളകി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് പറക്കി മാറ്റാം. വേണ്ട, അതും വെന്തിട്ടുണ്ട്. നമ്മൾ ഞെരുക്കി വെക്കരുത്, എന്നാൽ വേഗത്തില്ല. അതും വെന്തിട്ടുണ്ട്. എല്ലാം വെന്ത് നമുക്ക് ഇനി ഒന്ന് പറക്കി മാറ്റിയിട്ട് അടുത്ത ട്രിപ്പ് വെക്കാം. നമ്മുടെ അടയുടെ റെഡിയായി പിതൃക്കൾക്ക് പൂജിക്കാൻ വെച്ചിരിക്കുകയാണ്.
ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മയമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്